അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM-ഉം പോലീസും സർക്കാരും വ്യാപരിക്കണം. ഷാഫി പറമ്പിലിന്റെ നേരത്തെയുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തിയ പ്രതികരണമാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടത് മറച്ചു പിടിക്കാമെന്ന് കരുതേണ്ട എന്നതാണ്. അതേസമയം പോലീസിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. CPM പ്രവർത്തകരും ഒരു ഭാഗത്ത് പ്രതിഷേധവുമായി എത്തി. UDF-ന്റെ പ്രതിഷേധം, രണ്ട് പ്രതിഷേധങ്ങൾ മുഖാമുഖം എത്തിയപ്പോഴാണ് പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു. പിന്നീട് ലാത്തിചാർജിലേക്ക് കാര്യങ്ങൾ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയ പ്രക്ഷോഭത്തിലേക്ക് UDF നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ പല പ്രതിഷേധ പരിപാടികളുടെ കാര്യം DCC പ്രസിഡന്റ് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു. ഷാഫി പറമ്പിൽ ഇപ്പോഴും ആശുപത്രിയിലാണോ? അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് അറിയുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പോലീസ് ലാത്തിചാർജിൽ തന്നെയാണോ പരിക്കേറ്റത്? രേണുക, ഇന്നലെ പേരാമ്പ്രയിലെ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSU ഏതാനും സീറ്റുകൾ നേടിയിരുന്നു, ചെയർമാൻ സീറ്റുകളടക്കം നേടിയിരുന്നു. ഇതേ തുടർന്ന് KSU SFI പ്രവർത്തകർ തമ്മിൽ ഇന്നലെ പേരാമ്പ്രയിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇന്ന് UDF പ്രാദേശികമായ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹർത്താലിന്റെ ഭാഗമായി രാവിലെ പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി എന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുമാണ് LDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രതിഷേധമായി വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്രയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഇതേ സമയത്ത് തന്നെയാണ് UDF പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തിയത്. രണ്ട് പ്രവർത്തകരുടെയും ഇടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും മറുവശത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് KSU പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കല്ലേറുണ്ടാവുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പറയുന്നത്. പോലീസ് ഇതേ തുടർന്ന് ലാത്തി വീശുകയും ഗ്രനേഡ് പ്രയോഗിക്കുകയുമായിരുന്നു. ഈ സമയത്താണ് ഈ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ MP വരാതെ ഈ സ്ഥലത്ത് നിന്നും പിരിഞ്ഞു പോകില്ല എന്ന് KSU പ്രവർത്തകർ ഒപ്പം UDF പ്രവർത്തകരും പോലീസിനോട് പറഞ്ഞു. ഇതിനുശേഷം ഷാഫി പറമ്പിൽ എത്തിയപ്പോഴേക്കും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഈ സംഘർഷത്തിനിടയ്ക്കാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിനും ശരീരത്തിനുമൊക്കെ പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് മനസ്സിലാകേണ്ടതാണ്, ഷാഫി പറമ്പിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ അവിടെ തുടർന്നത്. അപ്പോൾ MP ആണെന്ന് അറിഞ്ഞിട്ടും പോലീസ് മർദ്ദിക്കുകയായിരുന്നോ? വലിയൊരു സംഘർഷമാണ് രേണുക ആ സമയത്ത് ഉണ്ടായത്. DYSP അടക്കം 10 പോലീസുകാർ ഇതിനകം കല്ലേറിൽ പരുക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ CPM പ്രവർത്തകർ ഒരു വശത്ത് തമ്പടിച്ചപ്പോൾ മറുവശത്തൂടെ UDF പ്രവർത്തകർ വന്നപ്പോൾ പോലീസ് ഇത് തടയുകയും മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് UDF പ്രവർത്തകരെ ഒരു പ്രകോപനത്തിലേക്ക് നീക്കി. കാരണം അവർക്കൊരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് നിഷേധിക്കുന്ന പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് അവർ ആരോപിച്ചത്. അവരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഷാഫി പറമ്പിൽ MP വന്ന ശേഷം മാത്രമേ തങ്ങൾ പിരിയൂ, അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അവർ അറിയിച്ചു. ഇതിനുശേഷമാണ് പിന്നീട് കൊയിലാണ്ടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഷാഫി പറമ്പിലെത്തിയത്. നമുക്കൊപ്പം VT സൂരജ് ഉണ്ട്. സൂരജ്, എന്താണ് അവിടെ നിന്ന് നടന്നത്? പേരാമ്പ്രയിൽ UDF-ന്റെ പ്രതിഷേധ പ്രകടനമായിരുന്നു. ആ പ്രതിഷേധ പ്രകടനത്തിനെതിരെ പോലീസ് തടഞ്ഞു വെച്ചു. DYFI പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് MP ഉൾപ്പെടെയുള്ള പ്രകടനത്തിന് നേരെ പോലീസ് നിരവധി തവണ ഗ്രനേഡ് എറിയുകയും ടിയർ ഗ്യാസ് പൊട്ടുകയും ചെയ്തു. MPയുടെ വണ്ടിക്ക് നേരെയാണ് പോലീസ് ടിയർ ഗ്യാസ് എറിഞ്ഞത്. ഒരു ജനപ്രതിയാണെന്ന് മാനിക്കാതെ MP ഉണ്ടെന്ന് അറിഞ്ഞിട്ടും തുടർച്ചയായിട്ട് ടിയർ ഗ്യാസ് പ്രഖ്യാപിച്ചു. പോലീസിന്റെ ലാത്തി ചാർജിലാണ് MPയുടെ മൂക്കിനടക്കം പരുക്ക് പറ്റിയത്, തലയ്ക്ക് പരുക്ക് പറ്റിയതൊക്കെ പോലീസിന്റെ ലാത്തി ചാർജിലാണ്. പേരാമ്പ്രയിലെ പോലീസ് നിഷ്ക്രിയമായി CPM-ന് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് രാവിലെ മുതൽ കോൺഗ്രസ് പ്രവർത്തകരെ UDF പ്രവർത്തകരെ ആക്രമിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് MPക്ക് നേരെ നടന്ന ക്രൂരമായ അക്രമത്തിന് കൂട്ടുന്നത് പോലീസാണ്. VT സൂരജ് KSU ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം കൂടിയാണ്. ഇന്നലെ ഈ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോളേജ് തെരഞ്ഞെടുപ്പിൽ 40 വർഷങ്ങൾക്ക് ശേഷം KSU UDSFന്റെ യൂണിയൻ ചെയർമാൻ ജയിക്കുന്നു. ആ യൂണിയൻ ചെയർമാൻ ജയിച്ചതിൽ KSU UDSF പ്രവർത്തകരെ പുറത്തുവിടാത്ത അവസ്ഥയുണ്ടാവുന്നു, പൂട്ടിയിടുന്നു. അവിടെ മോചിപ്പിക്കാനെത്തിയ UDFന്റെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുന്നു, CPM കല്ലെറിയുന്നു. അവർക്ക് പോലും സംരക്ഷണം കൊടുക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അടക്കം
പരിക്ക് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനടക്കം ഈ കയ്യാങ്കളിയിൽ കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ് ആശുപത്രിക്ക് മുൻപിലാണല്ലോ ഉള്ളത്. അവിടെ ഷാഫി പറമ്പിൽ ആശുപത്രിക്ക് ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംഘർഷ സാധ്യതകൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഷാഫിക്ക് മാത്രമല്ല, മറ്റ് നേതാക്കൾക്ക് അഭിജിത്തിന്, പ്രവീൺ കുമാറിനെല്ലാം പരിക്കേറ്റു എന്ന് വിവരമുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. രേണുക, പരിക്ക് പറ്റിയ കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് ആരാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമാവുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ വന്ന് പെട്ടെന്ന് ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇതുപോലെ നിരവധി പ്രവർത്തകർക്ക് ഇപ്പോൾ പരിക്കുണ്ട് എന്ന കാര്യമാണ് മനസ്സിലാവാൻ സാധിക്കുന്നത്. പേരാമ്പ്രയിലെ ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജിലും ഒക്കെ പരിക്ക് പറ്റിയ പ്രവർത്തകർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ അല്പ ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന തീർച്ചയായും UDF പ്രവർത്തകർക്കും പോലീസിനുമാണ് പരിക്ക് പറ്റിയത്. മറുവശത്തായിരുന്നു ഈ LDF പ്രവർത്തകർ സംഘടിച്ചു നിന്നത്. ആ ഭാഗത്തേക്ക് സംഘർഷം ഉണ്ടായില്ല. UDFന്റെയും LDFന്റെയും പ്രവർത്തകർക്കിടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുകയുമായിരുന്നു. ഇതേ തുടർന്ന് കല്ലേറുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ലാത്തിചാർജ് നടത്തുകയും ഗ്രനേഡ് പ്രയോഗിക്കുകയുമായിരുന്നു. പേരാമ്പ്ര DYSP അടക്കം 10 പോലീസുകാർക്ക് പരിക്കുണ്ട്. അവരും ചികിത്സയിലാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടില്ല. UDF പ്രവർത്തകരും പോലീസുമായാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. രേണുക, ഇപ്പോൾ